ഹലോ, ഇന്ന് ഡേ 2 ആണ്. ഇന്നലെ നമ്മൾ വീടൊക്കെ ഒന്ന് വൃത്തിയാക്കുന്നതിനെ കുറിച്ച് പറഞ്ഞു അല്ലേ, എന്നിട്ട് ഒന്ന് സമാധാനമായിട്ട് ഇരിക്കൂ എന്ന് പറഞ്ഞു അല്ലേ. അപ്പൊ ഇന്നത്തെ ദിവസം നമ്മൾ മനസ്സ് വൃത്തിയാക്കുന്നതിനെ കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്. ഒരു കയറിൽ നമ്മൾ ഒരുപാട് വെയിറ്റ് എടുത്ത് ആ കയർ താങ്ങുകയാണെങ്കിൽ കുറെ കഴിയുമ്പോൾ ആ കയറിന്റെ ബലം കുറഞ്ഞ് അത് പൊട്ടിപ്പോവല്ലേ. ഒരു കയറിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന, പിടിക്കാൻ പറ്റുന്ന സാധനങ്ങൾക്ക് ഒരു പരിധി ഉണ്ടാവും. അതുപോലെയല്ലേ നമ്മുടെ മനസ്സ്. ഇപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ നിങ്ങളെപ്പോഴും, അല്ലെങ്കിൽ ഞാനും നിങ്ങളും ഒക്കെ എപ്പോഴും ഒരു വാശി ഉണ്ടാവും. നമ്മൾ വിചാരിക്കുന്ന പോലെ കാര്യങ്ങൾ നടക്കണം. അതിപ്പോൾ ഒരു വ്യക്തിയാവാം, അല്ലെങ്കിൽ ഒരു സംഭവമാവാം. അതൊക്കെ നമ്മൾ വിചാരിക്കുന്ന പോലെ നമ്മുടെ ഇഷ്ടത്തിനാവണം എന്ന് നമ്മൾ വാശി പിടിക്കും. ഇപ്പോൾ വ്യക്തികൾ നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ പെരുമാറണം, അല്ലെങ്കിൽ ഇന്ന സ്ഥലത്ത് തന്നെ എനിക്ക് ജോലി കിട്ടണം, ഇന്ന കാര്യം തന്നെ നടക്കണം എൻ്റെ ലൈഫിൽ. അങ്ങനെ നമ്മൾ നമ്മുടെ കൺട്രോളിലല്ലാത്ത കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ ഒരുപാട് വാശി പിടിക്കും. അത് നമ്മുടെ ഉറക്കം നഷ്ടപ്പെടുത്തും, അത് നമ്മുടെ കോൺഫിഡൻസ് കളയും, നമ്മുടെ സമാധാനം നഷ്ടപ്പെടുത്തും. അങ്ങനെ വളരെ മോശമായിട്ടുള്ള അവസ്ഥയിലേക്ക് ഇത് മാറും. എന്ന് വെച്ചാൽ നമ്മൾ ഓവർ വെയിറ്റ് എടുത്ത് പിടിക്കും തോറും നമ്മുടെ മൈൻഡ് താഴോട്ട് വീണു പോകും. അപ്പോൾ അതിൻ്റെ ആവശ്യമുണ്ടോ എന്ന് നിങ്ങൾ ചിന്തിക്കുക. പലപ്പോഴും നമ്മളൊരു മാപ്പ് തയ്യാറാക്കി വെക്കും, എന്നിട്ട് എന്ത് ചെയ്യും, ഇന്ന വ്യക്തി ആ മാപ്പിന് ഫിറ്റ് ആവണമെന്ന് നമ്മൾ വാശി പിടിക്കുക ചെയ്യാം. നമ്മൾ ഉണ്ടാക്കിയൊരു മാപ്പ് അത്. അപ്പോൾ ഒരു വ്യക്തിക്ക് ആ മാപ്പിന് ഫിറ്റ് ആവാൻ പറ്റണമെന്നില്ലല്ലോ, പക്ഷെ നമ്മൾ എന്ത് ചെയ്യും, അങ്ങനെ വാശി പിടിക്കും. അപ്പോൾ ശരിക്കും ആരുടെ സമാധാനമാണ് പോവുക? അവരെക്കാൾ കൂടുതൽ നമ്മുടെ സമാധാനം തന്നെയാണ് പോവുക. നമ്മൾ കോൺഫിഡൻസ് പോയിട്ട് നമ്മൾ തളർന്നു പോകും. നമുക്ക് ജീവിതത്തോടുള്ള ഇത് തന്നെ ഒരു കൗതുകം തന്നെ ഇല്ലാതാവും ചിലപ്പോൾ. അപ്പോൾ ആ ഒരു വാശിപിടുത്തം അത് നല്ലതാണോ എന്ന് ആലോചിക്കുക. അത് എത്രത്തോളം നമ്മളെ മോശമാക്കുന്നു എന്നൊന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക. നമ്മളെപ്പോഴും ഞാൻ വ്യക്തികളുടെ കാര്യം പറഞ്ഞല്ലോ, എന്താണെന്ന് വെച്ചാൽ ഓരോ വ്യക്തിക്കും അവരുടേതായിട്ടുള്ള ഒരു പാസ്റ്റ് ഉണ്ട്. ആ പാസ്റ്റാണ് ഇപ്പോഴുള്ള അവരെ രൂപപ്പെടുത്തിയിരിക്കുന്നത്. അവരുടെ ഓരോ പെരുമാറ്റ രീതികളാണെങ്കിലും പ്രതികരണമാണെങ്കിലും അവരുടെ ഇഷ്ടങ്ങളും തീരുമാനമൊക്കെ രൂപപ്പെടുത്തിയിരിക്കുന്നത് അവരുടെ പാസ്റ്റാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരാളെ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റുമോ? ഒരിക്കലുമില്ല. അങ്ങനെ നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നത് തന്നെ തെറ്റല്ലേ? അപ്പോൾ ആ ഒരു ഭാരം നമ്മൾ എടുത്തിങ്ങനെ മനസ്സിൽ വെച്ചിട്ട് നമ്മുടെ മനസ്സ് നശിപ്പിക്കേണ്ട ആവശ്യമുണ്ടോ? അപ്പോൾ ഇന്ന് തൊട്ട് നമ്മൾ നമ്മുടെ മനസ്സിനുള്ളിൽ അനാവശ്യമായിട്ട് ഈ കൺട്രോൾ ചെയ്യുന്ന രീതി ഒന്ന് കുറയ്ക്കാൻ നമുക്ക് ശ്രമിച്ചു നോക്കാം അല്ലേ.